ഹായ് എവ്രിവൺ. ഓണം എക്സാമിന്റെ ഡേറ്റ് അനൗൺസ് ചെയ്തത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലെ? ഓഗസ്റ്റ് 20 മുതൽ 27 വരെയാണ് ഓണം എക്സാം നടത്താനായിട്ട് പോകുന്നത്. സോ അതിനകത്ത് +2 അക്കൗണ്ടൻസിയിൽ നിന്ന് എത്രത്തോളം പോർഷൻസ് ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും നമുക്ക് 2 പാർട്ട് വരുന്നുണ്ട് അല്ലെ? പാർട്ട് എ എന്ന് പറയുന്നത് ജനറൽ ആണ്, അത് എല്ലാവർക്കും ഉള്ളതാണ് പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സ്. ഈ പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സിൽ നിന്ന് ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റും സെക്കൻഡ് ചാപ്റ്ററിൽ, അതായത് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേം, അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ പകുതി പോർഷൻസ് ആയിരിക്കും, അതായത് ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ് വിൽ വരെയുള്ള പോർഷൻസ് ആയിരിക്കും നിങ്ങൾക്ക് ജനറൽ പാർട്ടിൽ നിന്നും ചോദിക്കുന്നുണ്ടായിരിക്കാം. ആൻഡ് ദെൻ അടുത്തത് ഐദർ AFS ആയിരിക്കും അല്ലെങ്കിൽ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആയിരിക്കും അല്ലെ? ഈ AFS നിന്നാണെങ്കിലും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ നിന്നാണെങ്കിലും ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് ഓണം എക്സാം ഉള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കി അല്ലെ? ഇനി എന്തുകൊണ്ടാണ് ഓണം എക്സാം ഇത്രത്തോളം ഇമ്പോർട്ടന്റ് ആകുന്നത് എന്നുള്ള കാര്യം കൂടി മിസ് പറഞ്ഞു തരാം. ഇപ്പോൾ +2 ആദ്യമായിട്ടാണ് നിങ്ങളൊരു കോമൺ എക്സാം ഫേസ് ചെയ്യാനായിട്ട് പോകുന്നത് അല്ലെ? അപ്പം ആ ഒരു എക്സാമിന്റെ പാറ്റേൺ എങ്ങനെയാണെന്നുള്ള കാര്യം മനസ്സിലാക്കി ഇനി പിന്നീടുള്ള പ്രിപ്പറേഷൻ എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും. അതുപോലെ ഓണം എക്സാമിന്റെ പോർഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 25 to 30% ഭാഗമായിരിക്കും ഓരോ സബ്ജക്റ്റിൽ നിന്ന് നിങ്ങൾക്ക് ചോദിക്കുന്നുണ്ടായിരിക്കും. ഇനി ടേം 2ലേക്ക് പോകുമ്പോൾ, അതായത് നമ്മുടെ ക്രിസ്മസ് എക്സാമിന്റെ പോർഷൻസിലേക്ക് പോകുമ്പോൾ ഏകദേശം ആ ഒരു സബ്ജക്റ്റിന്റെ 90% പോർഷൻസ് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ടേം 1 നമ്മൾ കംപ്ലീറ്റ് ആക്കാതെ ടേം 2ലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ബേർഡൻ ആയിരിക്കും അല്ലെ? അതായത് നമുക്ക് ഒരുപാട് ചാപ്റ്റേഴ്സ് ആണ് ഒറ്റയടിക്ക് പഠിച്ചെടുക്കേണ്ട ഒരു അവസ്ഥ വരുന്നത്. സോ എല്ലാവരും എന്ത് ചെയ്യുക, ടേം 1 പോർഷൻസ് ടേം 1 തന്നെ കംപ്ലീറ്റ് ആക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും അതേ സീരിയസ്നെസ് കൊടുത്തുകൊണ്ട് തന്നെ ടേം 1 എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇനി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു അഡീഷണൽ സപ്പോർട്ടൊക്കെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നു ണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി +2 കോമേഴ്സ് ഗോദ ബാച്ച് ട്രിപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. റെക്കോർഡഡ് ക്ലാസ്സസ്, ലൈവ് ക്ലാസ്സസ്, PDF നോട്ട്സ്, ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ആൻഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ തുടങ്ങി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. അതും 1999 എന്ന് പറയുന്ന ഇയർലി ഫീസിൽ. കൂടാതെ തന്നെ +2 കോമേഴ്സ് ചാനലിൽ എല്ലാ ദിവസവും കറക്റ്റ് 7 മണിക്ക് സബ്ജക്ട്സിന്റെ ലൈവുകളും ഉണ്ടായിരിക്കും. സോ എല്ലാവരും ചാനൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.